നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് നറുക്കുവീഴും. UDF സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് നാളെ പ്രഖ്യാപിക്കും. CK വിജയൻ ചേരുകയാണ്. വിജയൻ, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും തീരുമാനം അന്തിമ ഹൈക്കമാൻഡിന്റേതായിരിക്കും. മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. നാളെ എന്തായാലും പ്രഖ്യാപനം എന്നുള്ളതാണ്. ആ പേര് ഷൗക്കത്തിന്റെ തന്നെയാകുമോ? നാളെ ഏതായാലും പ്രഖ്യാപനം ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും 99% ഉറപ്പാണ്. സ്വാഭാവികമായും ആ ഒരു നിലയിലേക്ക് KPCCയുടെ നിർദ്ദേശം AICCയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജോയിയോടും VS ജോയിയോടും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനോടും പലതവണയായി സംസാരിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇവർ തമ്മിൽ ഈ രണ്ട് പേരുകൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റേതായി മുന്നിലുണ്ടായിരുന്നത്. അതിൽ ആര്യാടൻ ഷൗക്കത്താണോ VS ജോയി ആണോ എന്നതായിരുന്നു സംശയം. പക്ഷേ ഇപ്പോൾ ആ സംശയം മാറുന്നു. ആര്യാടൻ ഷൗക്കത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്താൻ വേണ്ടി പോകുന്നു. ഏതാണ്ട് ഉറപ്പിച്ചു തന്നെ നമുക്കത് പറയാൻ വേണ്ടി കഴിയും. ഇത് സംബന്ധിച്ച് VS ജോയിയുമായി നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. VS ജോയിക്ക് ഈ കാര്യം സ്വീകാര്യമായ നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി VS ജോയിയും ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ പിന്നീട് നേതൃത്വം ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായത്. മാത്രമല്ല PV അൻവർ UDFന്റെ പക്ഷത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് PV അൻവറിന്റെ നിലപാട് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തന്നെയായിരുന്നു. അതിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം നേരത്തെ നിലമ്പൂരിൽ PV അൻവർക്ക് എതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് UDFന്റെ ഭാഗമായി മത്സരിച്ച ആളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അവർ തമ്മിലുള്ള ഒരു അകൽച്ച നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ അകൽച്ചയടക്കം പ്രശ്നങ്ങളടക്കം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി UDF നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് മിക്കവാറും നാളെ രാവിലെയോടുകൂടി തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കുക തന്നെ ചെയ്യാം.